ഉരുൾപൊട്ടൽ, പ്രളയം അല്ലെങ്കിൽ അതിശക്തമായ ചുഴലിക്കാറ്റ്, വൈദ്യുതി പോസ്റ്റുകൾ ഓരോന്നായി തകർന്നു വീഴുന്നു. മണ്ണിനടിയിലെ ഫൈബർ ഓപ്റ്റിക് കേബിളുകൾ പൊട്ടുന്നു. നിങ്ങളുടെ ഫോണിലെ മൊബൈൽ സിഗ്നലുകൾ പൂർണ്ണമായും നിലയ്ക്കുന്നു. പുറം ലോകവുമായി ബന്ധമില്ലാതെ പ്രകൃതി ദുരന്തത്തിന്റെ നടുവിൽ നാട് മുഴുവൻ ഇരുട്ടിലാകുമ്പോൾ നിങ്ങളുടെ വീട് മാത്രം 100% വെളിച്ചത്തിൽ സ്മാർട്ട് ടിവിയിൽ ഹൈസ്പീഡ് ഇന്റർനെറ്റുമായി സുരക്ഷിതമായി പ്രവർത്തിച്ചാൽ എങ്ങനെയിരിക്കും? കൈവിട്ടുപോകുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങളുടെ ഈ പുതിയ യുഗത്തിൽ KSEB ഗ്രിഡിനെയും കേബിൾ ഇന്റർനെറ്റിനെയും മാത്രം വിശ്വസിച്ച് ജീവിക്കുന്നത് സുരക്ഷിതമാണോ? അതോ നമ്മൾ സ്വന്തമായൊരു ടെക് ഓഫ് ഗ്രിഡ് സാമ്രാജ്യം കെട്ടിപ്പടുക്കണോ? ദ കണക്റ്റഡ് ഹാബിറ്റാറ്റിന്റെ ഈ എപ്പിസോഡിൽ നമ്മൾ പരിശോധിക്കുന്നത് പ്രകൃതി ദുരന്തങ്ങളെ അതിജീവിക്കുന്ന പുതിയ കാലത്തെ ഹൈബ്രിഡ് സോളാർ പ്ലസ് സാറ്റലൈറ്റ് ഇന്റർനെറ്റ് വിപ്ലവത്തെക്കുറിച്ചാണ്. നമ്മൾ ജീവിക്കുന്ന ലോകം അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. വനനശീകരണവും ആഗോള താപനവും കാരണം പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ തെറ്റിയിരിക്കുന്നു. മുൻപെങ്ങുമില്ലാത്ത വിധമുള്ള പ്രളയങ്ങൾ, ശക്തമായ മേഘവിസ്ഫോടനങ്ങൾ, ഉഷ്ണതരംഗങ്ങൾ എന്നിവ ഇന്ന് നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമാണ്. കേരളം പോലൊരു സംസ്ഥാനത്ത് ഒരു ചെറിയ മഴ പെയ്താൽ പോലും ദിവസങ്ങളോളം കറണ്ടും കേബിൾ ഇന്റർനെറ്റും പോകുന്ന അവസ്ഥ നമ്മൾ കാണാറുള്ളതാണ്. കിലോമീറ്ററുകളോളം പരന്നു കിടക്കുന്ന പരമ്പരാഗത ഇലക്ട്രിക് ഗ്രിഡുകളും ഫൈബർ കേബിളുകളും പ്രകൃതി ദുരന്തങ്ങൾക്ക് മുന്നിൽ തികച്ചും ദുർബലമാണ്. വഴിയിലൊരു മരം വീണാൽ മതി, ഒരു നാട് മുഴുവൻ വിവരസാങ്കേതിക വിദ്യയിൽ നിന്ന് ഒറ്റപ്പെട്ടു പോകും. മഴയും ചൂടും കടുക്കുന്ന വരും വർഷങ്ങളിൽ ഈ തടസ്സങ്ങൾ ഇനിയും വർദ്ധിക്കും. അതുകൊണ്ടാണ് ഭാവിയിൽ ഏതൊരു പ്രകൃതി ദുരന്തത്തെയും അതിജീവിച്ച് നിലനിൽക്കാൻ ഡിജിറ്റൽ ആൻഡ് എനർജി സെൽഫ് സോവറനിറ്റി അഥവാ സ്വന്തം ആവശ്യത്തിനുള്ള ഊർജവും ഇന്റർനെറ്റും സ്വന്തമായി ഉൽപ്പാദിപ്പിക്കുന്ന രീതിയിലേക്ക് മാറേണ്ടത് അത്യാവശ്യമായി വരുന്നത്. പലരുടെയും വിചാരം വീടിന്റെ മേൽക്കൂരയിൽ സോളാർ പാനൽ വെച്ചാൽ കറണ്ട് പോയാലും വീട്ടിൽ വെളിച്ചമുണ്ടാകുമെന്നാണ്. എന്നാൽ അതാണ് ഏറ്റവും വലിയ തെറ്റിദ്ധാരണ. ഇന്ന് ഭൂരിഭാഗം ആളുകൾ ഉപയോഗിക്കുന്ന ഓൺ ഗ്രിഡ് സോളാർ സിസ്റ്റത്തിൽ KSEB ഗ്രിഡ് ഓഫായാൽ നിങ്ങളുടെ സോളാറും ഓട്ടോമാറ്റിക്കായി ഓഫാകും. ഇതിന് പരിഹാരമായിട്ടാണ് ഹൈബ്രിഡ് സോളാർ സിസ്റ്റം വരുന്നത്. ഹൈബ്രിഡ് സോളാർ സിസ്റ്റം എന്നത് ഓൺ ഗ്രിഡിന്റെയും ഓഫ് ഗ്രിഡിന്റെയും ഗുണങ്ങൾ ഒത്തുചേർന്ന ഒന്നാണ്. LFP അഥവാ ലിഥിയം അയൺ ഫോസ്ഫേറ്റ് ബാറ്ററി ബാങ്ക്. പഴഞ്ചൻ ലീഡ് ആസിഡ് ബാറ്ററികൾക്ക് പകരം 15 മുതൽ 20 വർഷമായുസുള്ള സുരക്ഷിതമായ ലിഥിയം LFP ബാറ്ററികളാണ് ഇതിലുപയോഗിക്കുന്നത്. സ്മാർട്ട് ഇൻവെർട്ടറുകൾ പകൽ സമയത്ത് സോളാർ ഊർജം കൊണ്ട് വീട് പ്രവർത്തിപ്പിക്കുകയും മിച്ചമുള്ള വൈദ്യുതി ബാറ്ററിയിലേക്ക് മാറ്റുകയും ചെയ്യുന്നു. UPS മോഡ് നൽകുന്ന തടസ്സമില്ലാത്ത പവർ. കൊടുങ്കാറ്റിലോ പ്രളയത്തിലോ ഗ്രിഡ് തകരാറിലായാൽ നിമിഷനേരം കൊണ്ട് ഹൈബ്രിഡ് ഇൻവെർട്ടർ ബാറ്ററി പവറിലേക്ക് മാറി നിങ്ങളുടെ വീട്ടിനെ തടസ്സമില്ലാതെ പ്രവർത്തിപ്പിക്കുന്നു. ദിവസങ്ങളോളം മഴ പെയ്താലും ബാറ്ററിയും സോളാറും ചേർന്ന് നിങ്ങളുടെ അത്യാവശ്യ ലൈറ്റുകൾ, ഫ്രിഡ്ജ്, വൈഫൈ എന്നിവ തടസ്സമില്ലാതെ ഓടിക്കും. വൈദ്യുതി സ്വന്തമായി നിർമ്മിച്ചാലും ഇന്റർനെറ്റ് കേബിൾ പൊട്ടിയാൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകില്ലേ? ഇവിടെയാണ് ലോ എർത്ത് ഓർബിറ്റ് സാറ്റലൈറ്റ് ഇന്റർനെറ്റ് വരുന്നത്. ഭൂമിയിൽ നിന്ന് വെറും 500 മുതൽ 1200 കിലോമീറ്റർ മാത്രം ഉയരത്തിൽ കറങ്ങുന്ന ആയിരക്കണക്കിന് ചെറു ഉപഗ്രഹങ്ങളിൽ നിന്ന് നേരിട്ട് നിങ്ങളുടെ വീട്ടിന്റെ മേൽക്കൂരയിലുള്ള ചെറിയൊരു ഡിഷ് ആന്റിനയിലേക്ക് വൈഫൈ എത്തിക്കുന്ന സാങ്കേതിക വിദ്യയാണ്. ഇതിന് നിലത്തെ തകർന്ന കേബിളുകളെയോ മൊബൈൽ ടവറുകളെയോ ആശ്രയിക്കേണ്ടതില്ല. പ്രകൃതി ദുരന്തത്തിൽ ഭൂമിയിലെ കമ്മ്യൂണിക്കേഷൻ തകർന്നാലും സാറ്റലൈറ്റുകളിലെ ലേസർ മെഷ് നെറ്റ്വർക്ക് വഴി ഇന്റർനെറ്റ് തടസ്സമില്ലാതെ ലഭ്യമാകും. ഇന്ന് ഇന്ത്യയിലെ സാറ്റലൈറ്റ് ഇന്റർനെറ്റ് വിപണിയിൽ വമ്പൻ പോരാട്ടമാണ് നടക്കുന്നത്. യൂട്ടൽസാറ്റ് വൺ വെബ്. ഭാരതി എയർടെല്ലിന്റെ പങ്കാളിത്തമുള്ള വൺ വെബ് ഇന്ത്യയിൽ സാറ്റലൈറ്റ് സേവനങ്ങൾ നൽകാനുള്ള ബിസിനസ് അനുമതികൾ വേഗത്തിൽ സ്വന്തമാക്കി മുന്നേറും. ജിയോ സ്പേസ് ഫൈബർ. റിലയൻസ് ജിയോ സ്പേസ് ഫൈബർ എന്ന പേരിൽ SES സാറ്റലൈറ്റുകളുമായി ചേർന്ന് ഇന്ത്യയിലെ വിദൂര ഗ്രാമങ്ങളിലേക്ക് പോലും കുറഞ്ഞ ചെലവിൽ ഗിഗാബിറ്റ് ഇന്റർനെറ്റ് എത്തിക്കാനുള്ള പ്ലാനുകളിലാണ്. സ്റ്റാർലിങ്ക്. ആഗോളതലത്തിൽ ഈ വിപ്ലവത്തിന് തുടക്കമിട്ട എലോൺ മസ്കിന്റെ സ്റ്റാർലിങ്ക് ഇന്ത്യയിൽ സേവനം തുടങ്ങാനുള്ള അന്തിമ അനുമതികൾക്കായി തദ്ദേശീയ കമ്പനികളുമായി കരാറുകളിലേക്ക് കടക്കുകയാണ്. കേൾക്കുമ്പോൾ ഇതൊരു സ്വപ്നം പോലെ തോന്നാമെങ്കിലും ഇതിന്റെ സാമ്പത്തിക വശവും പ്രായോഗിക വെല്ലുവിളികളും നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരു സാറ്റലൈറ്റ് ഡിഷ് പ്രവർത്തിക്കാൻ സാധാരണ 40 വാട്ട് മുതൽ 75 വാട്ട് വരെ വൈദ്യുതി തുടർച്ചയായി ആവശ്യമാണ്. അതായത് ഒരു ചെറിയ LED TV ഓടിക്കുന്ന അത്രയും വൈദ്യുതി. അതിനാൽ നിങ്ങളുടെ ഹൈബ്രിഡ് സോളാർ ബാറ്ററിയുടെ സൈസ് നിശ്ചയിക്കുമ്പോൾ സാറ്റലൈറ്റ് ഡിഷിന്റെ പവർ ഉപഭോഗം കൂടി കണക്കാക്കേണ്ടി വരും. രണ്ടാമത്തേത് തുടക്കത്തിലെ ചെലവാണ്. ഹൈബ്രിഡ് ഇൻവെർട്ടറും ലിഥിയം ബാറ്ററിയും അടങ്ങുന്ന സോളാർ സിസ്റ്റത്തിന് സാധാരണ സിസ്റ്റത്തേക്കാൾ അല്പം ചെലവ് കൂടുതലാണ്. കൂടാതെ സാറ്റലൈറ്റ് ഡിഷിന്റെ ഹാർഡ്വെയർ നിരക്കുകളും മാസാന്ത റീചാർജ് തുകയും സാധാരണ ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റിനേക്കാൾ കൂടുതലായിരിക്കും. എന്നാൽ പ്രകൃതി ദുരന്തങ്ങളുടെ സമയത്ത് ഇതൊരു ആഡംബരമല്ല, മറിച്ച് നിങ്ങളുടെ ജീവനും സുരക്ഷയ്ക്കും നൽകുന്ന വലിയൊരു ഇൻഷുറൻസാണ്.
കാലാവസ്ഥാ വ്യതിയാനം കാരണം വരും കാലങ്ങളിൽ സംഭവിക്കാൻ പോകുന്ന ആഘാതങ്ങളെ തടയാൻ നമ്മൾ സാങ്കേതികമായി സജ്ജരാകേണ്ടതുണ്ട്. KSEBയോ കേബിൾ കമ്പനികളോ തരുന്ന ഇന്റർനെറ്റും വൈദ്യുതിയും മാത്രം പ്രതീക്ഷിച്ചിരിക്കാതെ സ്വന്തമായി ഒരു സ്വയം പര്യാപ്ത ഡിജിറ്റൽ ഭവനം കെട്ടിപ്പടുക്കുക എന്നത് ഭാവിയിലെ ഏറ്റവും മികച്ച ജീവിത രീതിയായി മാറും. പ്രകൃതിയുടെ വെല്ലുവിളികളെ ആധുനിക സാങ്കേതികവിദ്യ കൊണ്ട് പ്രതിരോധിക്കുന്ന ഈ ഓഫ് ഗ്രിഡ് വിപ്ലവം നാളത്തെ പുതിയ സാധാരണത്വമായി മാറും എന്നതിൽ സംശയമില്ല. സാങ്കേതികവിദ്യയും പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ഇത്തരം അസാധാരണ ബന്ധങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ ദ കണക്റ്റഡ് ഹാബിറ്റാറ്റ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു മികച്ച ടെക് ഡോക്യുമെന്ററിയുമായി വീണ്ടും കാണാം. ദിസ് ഇസ് ദ കണക്റ്റഡ് ഹാബിറ്റാറ്റ്. നന്ദി, നമസ്കാരം.